പ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ശത്രുവിനെ തിരഞ്ഞെടുക്കാനാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അമ്പെയ്തുകൊണ്ട് സ്വയം മുറിവേൽക്കുന്ന, എവിടെയും അഭയസ്ഥാനമില്ലാത്ത ഒരു ഭിക്ഷാന്തേഹിയായി അദ്ദേഹം മാറി. ഇനി അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പോലെ, അരുൺ പറഞ്ഞതുപോലെ തന്നെ ഇനി പറയാൻ പറ്റില്ല അടുത്ത ദിവസം പത്രിക പിൻവലിച്ചു എന്നുള്ളതും കേൾക്കാം. അതുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞ അവസാനം പറയുന്നതിനാണ് ഞാൻ മറുപടി പറയുകയെന്ന്. അപ്പോൾ അവസാനം എന്നായിരിക്കും? പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയിലായിരിക്കുമോ? ഇനി അതല്ല, അത് കഴിഞ്ഞിട്ട് ഇനി പ്രചാരണ ഘട്ടത്തിൽ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ മറുപടി പറയേണ്ടി വരും. പക്ഷേ മറുപടി പറയേണ്ട ചില കാര്യങ്ങൾ അൻവറിനുമുണ്ട്. അൻവർ ഇന്ന് വാർത്താ സമ്മേളനം, നീണ്ട വാർത്താ സമ്മേളനമായിരുന്നു. പതിവായി അങ്ങനെ നടത്താറുണ്ട്, പക്ഷേ കുറച്ചു കാലമായിട്ട് അങ്ങനെയല്ലായിരുന്നു. എന്നും അൻവറിൻ്റെ സാന്നിധ്യമുണ്ട്. രാവിലെ, ഉച്ച, വൈകുന്നേരം എന്ന രൂപത്തിൽ അൻവറിൻ്റെ സാന്നിധ്യം. രാവിലെ പറഞ്ഞതിൽ നിന്ന് അല്പം മാറി ഉച്ചയ്ക്ക്, അല്പം മാറി വൈകിട്ട്, ഈ രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് പിണറായി സത്തിനെതിരെയായിരുന്നു. പിണറായി സത്തിനെതിരെ പറയുന്നു, പാർട്ടി സഖാക്കൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥ. മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു. പിന്നീട് ഈ IPS ഉദ്യോഗസ്ഥരുടെയും പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെയൊക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന വന നിയമ ഭേദഗതി ബിൽ പ്രതിപക്ഷം പോലും അറിയാതെ അത് നിയമമായിരിക്കുമെന്ന് പറയുന്നു. സത്യമാണോ? അല്ല. അപ്പോൾ സത്യമല്ലാത്ത ഒരു കാര്യം സത്യമാണ് എന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഗസറ്റിൽ 4 വരിയിൽ ഒതുക്കിക്കൊണ്ട് അത് നടപ്പാക്കിയിരിക്കുന്നു. ആ വിഷയം ഉയർത്തിയുള്ള പോരാട്ടമാണ്. കളവ് പറഞ്ഞുകൊണ്ട് ഒരു പോരാട്ടത്തിന് ഇറങ്ങരുത് അൻവറെ. അതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്.